ഇതാണ് കണ്ണൻ. ആള് ബസ് സ്റ്റോപ്പിൽ ചുമ്മാ ഇരിക്കുന്നതല്ല, ആരോ ഒരാൾ കാത്തുക്കുന്നതാണ്. ആരെയാണെന്നറിയോ? ദേ ഇത് തന്നെ ആള് മായ. അവൻ നന്നായി നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി. പക്ഷെ ഈ കാര്യം ഇവൾക്കറിയില്ല. ആ തൂണിന് ചാരിയിരിക്കുന്നതാണ് ഇവളുടെ ചേട്ടൻ ജയൻ. ആളൊരു അസൽ സിനിമാ മോഹിയാണ്. മായക്ക് അങ്ങനെ ആരോടും ലവ് ഒന്നുമില്ല, പക്ഷെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എടി, എന്റെ ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിഖിൽ മഹേശ്വർ. അങ്ങേര് അത്യാവശ്യം റിച്ചു ആണ്, പോരാത്ത സിനിമയിലുവാ. കെട്ടണുണ്ടെങ്കിൽ അങ്ങേരെ പോലത്തെ ആളെ കെട്ടണം. എനിക്കിത് നേരിട്ട് പോയി പറഞ്ഞൂടെ? എനിക്കൊരു ചാൻസ് കിട്ടണമെങ്കിൽ ഞാൻ എന്തായാലും പറയാം. നിഖിൽ മഹേശ്വർ അന്വേഷിച്ച് വളരെ ദൂരത്തേക്കൊന്നും പോണ്ട, ഇന്നാട്ടിൽ തന്നെയുണ്ട്. ആൾ അത്യാവശ്യം റിച്ചാണ്, പിന്നെ സിനിമാക്കാരനുമാണ്. പിന്നെ ഒരു കാര്യം, ചങ്ങായിക്കിപ്പോൾ അസ്ഥിക്ക് പിടിച്ച പ്രണയാണ്. ഒരു കാര്യം പറയാൻ പറ്റും, നമ്മുടെ ജയന്റെയും കണ്ണന്റെയും കോമൺ ഫ്രണ്ടാണ് ഇപ്പറയുന്ന നിഖിൽ മഹേശ്വർ. എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് ആക്കി തടാ. എടാ എനിക്ക് ഓർമ്മയുണ്ടടാ, ശരിയാക്കി തരാ. എന്റെ സ്ക്രിപ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ. അത് മതി. പിന്നെ എന്റെ ലൈൻ എന്തായി? ലൈനൊക്കെ ലവായി മോനെ, ഇപ്പൊ ട്രൂ ലവ് ആണോ? നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ല ബന്ധല്ലേ? കാണും, അടുത്ത് തന്നെ കാണും. എനിക്കും ഒരു പെണ്ണിന് ഇഷ്ടം. പക്ഷെ നിങ്ങളെ ഹെൽപ്പ് വേണം. മനസ്സിലായില്ല? നിങ്ങളുടെ ഫ്രണ്ട് ജയൻ ചേട്ടനില്ലേ, അങ്ങനെയുടെ എനിക്ക് ബെസ്റ്റ്. എന്നാ വേഗം പായ മടക്കിക്കോ, അവൻ നിന്നെ തൂക്കിയെടുത്തെറിയും. എന്നെ ഇതിലേക്ക് വലിച്ചേണ്ടേ? വേണ്ടപ്പാ, നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഏത് വിധത്തിൽ അവളെ ഞാൻ വളച്ചെടുക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങ് പോയി. മായ ഒന്നും അറിയുന്നില്ല തന്റെ പിറകെ ഇങ്ങനെ ഒരു ചെക്കനുള്ള കാര്യം, തനിക്ക് താല്പര്യമുള്ള നിഖിലിന് മറ്റൊരു പ്രണയമുള്ള കാര്യം. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഹലോ, എവിടെ നിന്ന് ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല, അച്ഛനമ്മയൊക്കെ ഉണ്ട്. ഞാനേ പുറത്തേക്ക് ഇറങ്ങട്ടെ, നീ ഒരു 5 മിനിറ്റ് വിളിക്കോ? ഓക്കെ. ഹലോ, എന്തൊന്നും പറയാത്തത്? എവിടേക്ക് വന്ന്? നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിന്നോട് സ്വസ്ഥമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നറിയോ? ഇതാണ് അതിന് പറ്റിയ സമയം. ഇവിടെയാകുമ്പോൾ ആരും അറിയില്ല. നിന്റെ ആടിനെ പഠിച്ചിട്ട് പലപ്പോഴും ഞാൻ വിളിക്കാൻ പഠിക്കുന്നു. എന്താന്നും വേണ്ടാത്ത എന്തേലും പറ. ചേട്ടനെന്നെ ശരിക്കും ഇഷ്ടമായിരുന്നു. അതെന്ത് ചോദ്യ? ഒരുപാട്. നിനക്ക് ഊഹിക്കാവുന്നതിലപ്പുറം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ ഞാൻ വിളിച്ചിറങ്ങി വരുമോ? വരും. അങ്ങനെയാണെങ്കിൽ ഈ വ്യാഴാഴ്ച 3 മണിക്ക് കപ്പാലം ഡാമിൻ്റെ അടുത്തേക്ക് വാ. ഇപ്പോൾ വിളിച്ചോടണ്ട, പിന്നെ വിളിച്ചോടാ. ഇപ്പൊ നമുക്ക് കാണാം. എടി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൾക്കിന് ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതിപ്പോ പറയുന്നില്ല, നടന്നാ നീ അറിയാം. എടാ നിങ്ങളെ എന്നാടാ? നിന്റെ ഹെൽപ്പ് വേണം. എന്റെ അരിയത്തിന് ആരോ വളച്ചെടുക്കാൻ നോക്കുന്നുണ്ടാ. അവള് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടു. അവിടെ കള്ളക്കണ്ണ, നീ പറഞ്ഞ പോലെ തന്നെ അവളെ വളച്ചെടുത്തല്ലേ? നിന്നെ ഞാൻ സമ്മതിച്ചിനി. ആണോ? ആ തെണ്ടി എനിക്ക് കണ്ടുപിടിക്കണം. നീ എന്നോട് നോക്കുക. അതെന്തെങ്കിലും ക്രഷ് ആയിരിക്കൂടാ, നീ അത് വിട്ടേക്ക്. വിടാനോ? നടക്കൂല. ഞാൻ പണ്ടേ പ്രേമത്തിന് എതിരാണ്. അവനെ ഞാൻ പീസാക്കും. ഹലോ, നീ പുറപ്പെട്ട? ഞാൻ ഇറങ്ങാൻ പോവാ. ഞാനേ വണ്ടി എടുക്കുന്നില്ല, ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ? മായ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങി പോവാം. ഇനി ആരും എന്നെ തേടി വരണം. ഈശ്വര, ആരും കാണൂലല്ലോ. ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ആയിരിക്കണേ. നിഖിലേട്ടാ, വന്ന് വന്ന്. അയ്യോ, കുട്ടി എന്താ ഇവിടെ? ചേട്ടനല്ലേ വരാൻ പറഞ്ഞു. ഞാനാ? എപ്പോ പറഞ്ഞു കളിപ്പിക്കുവാണോ? കളിപ്പിക്കാനാ? കുട്ടി എന്തൊക്കെ പറയുന്നത്? അയ്യോ കുട്ടി, കുട്ടിയൊന്ന് വിശ്വസിക്കും. ഞാൻ വിളിച്ചത് കുട്ടിയല്ല, ഞാൻ വേറെ ഒരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. ആ കുട്ടിയെ ഞാൻ വിളിച്ചത്. അല്ല, കുട്ടി എങ്ങനെ എന്റെ പിറകിൽ വന്ന്? അയ്യോ, ഏട്ടൻ. ആ, ഓളേട്ടൻ ഇനി അവളെ കൊണ്ടുപോയിക്കോളും. ഈശ്വര, ഒരു ചാൻസും കൂടി ഉണ്ട്. ഈശ്വര, എന്റെ വാവ ചെരുമ്പി ഇതെന്റെ തലയിലാവോ? ഇവിടെ ഏട്ടൻ വന്ന് എന്തായാലും നന്നായി. എന്റെ തെരു പറഞ്ഞാലും അവളെ കൊണ്ടുപോകല്ലോ. ഓ, സമാധാനായി. അതെ. എടാ നിഖിലേ, നീ എന്റെ അളിയനായി വരുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമാണോ? ഞാൻ നടത്തി തരൂല്ലേ നിങ്ങൾ കല്യാണം? അയ്യോ ജയ, നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് കുട്ടി മതി മതി, നീ ഒന്നും പറയണ്ട. രണ്ടാളും